നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദൈവാലയത്തിൽ വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ചു. വലപ്പാട് ബിജെപി സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്ത് നശിപ്പിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. വിധി തളർത്തിയ ശരീരവുമായി ഉറ്റവരും ഉടയവരുമില്ലാതെ യുഎഇയിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ. 61 വയസ്സുകാരിയായ ജൂലിയറ്റ് ഇഗ്നേഷ്യസ് ആണ് ഇക്കഴിഞ്ഞ നവംബർ 26 ആൽഫയിലെ ആഷീസ് കെയർ സെന്ററിൽ അന്തേവാസിനിയായി എത്തിയത്. മാതാപിതാക്കളും 3 സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബത്തിലായിരുന്നു ജൂലിയറ്റ് ജനിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു. 20ാം വയസ്സിൽ വിവാഹിതയായ ജൂലിയറ്റിന്റെ കുടുംബജീവിതം പക്ഷേ അധികം നീണ്ടുനിന്നില്ല. ഭർത്താവുമായി പിണങ്ങി മകളുമായി വീട്ടിലെത്തിയ ജൂലിയറ്റ് പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു. മകളെ അമ്മയുടെ അടുത്താക്കി ജോലി തേടി ജൂലിയറ്റ് യുഎഇയിലെത്തി. 40 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ പക്ഷാഘാതവും ജൂലിയറ്റിന്റെ ജീവിതത്തിൽ ഇരുൾ പടർത്താനെത്തി. പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയപ്പോൾ ബോധരഹിതയായി നിലത്ത് വീണ ജൂലിയറ്റിനെ ഉടൻ തന്നെ അവിടെയുള്ളവർ ദുബായിലെ അൽ റാഷിദ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ ശരീരം തളരുകയും പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത ജൂലിയറ്റിനെ തിരിച്ചറിയാനുള്ള ഒന്നും തന്നെ ആശുപത്രി അധികൃതർക്ക് ലഭിച്ചില്ല. 1 വർഷം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെ എത്തിയെങ്കിലും തുടർന്നുള്ള സംരക്ഷണത്തിന് നിയമപരമായി തടസ്സമുള്ളതിനാൽ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ദുബായ് കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയുമായി ഇടപെട്ട് ഇവരെ നാട്ടിൽ എത്തിക്കാനുള്ള നടപടികളെക്കുറിച്ച് ആലോചിച്ചു. And till 9th I studied. My mother, father was there. I have 3 more sisters. My husband is alive. Husband is alive. After baby, I went to my mother's house. I stayed there only. Mother took me back from there. ഇന്ത്യൻ എംബസി അധികൃതർ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീനെ ബന്ധപ്പെട്ട് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. സമാനമായ അവസ്ഥയിൽ നേരത്തെ ആൽഫയിൽ 2 പേർക്ക് പാലിയേറ്റീവ് പരിചരണം നൽകിയിരുന്നു. ചെയർമാൻ സമ്മതം മൂളിയതോടെ നവംബർ 26 ദുബായ് കോൺസുലേറ്റ് അധികൃതർക്കൊപ്പം ജൂലിയറ്റ് നെടുമ്പാശ്ശേരിയിലെത്തുകയും ആൽഫയിലെ പുതിയ അന്തേവാസിയായി മാറുകയുമായിരുന്നു. 61 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അറിയാലോ, 61 വയസ്സിൽ ഇങ്ങനത്തെ ഒരു അസുഖം കൂടി അലട്ടുന്നൊരു ഇതായതുകൊണ്ട് അവിടെ തുടർന്ന് നിൽക്കാനുള്ളൊരു, ഇവരെ സംരക്ഷിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇന്ത്യൻ എംബസി ദുബായ് കോൺസുലേറ്റ് ആൽഫ ചെയർമാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു, കാരണം ദുബായ് കോൺസുലേറ്റ് അയച്ച ചില 1-2 പേര് ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. കാരണം വേറൊരു സാധ്യതയില്ലാത്ത സമയങ്ങളിൽ അവർ നമ്മളെ ഇതുപോലത്തെ കാര്യങ്ങൾ, ഇന്ത്യക്കാരെ എന്ത് ചെയ്യുമെന്നുള്ളൊരു അനിശ്ചിതാവസ്ഥയിൽ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ ഈ കാര്യത്തിലും ജൂലിയറ്റിൻ്റെ കാര്യത്തിലും അവർ നമ്മളോട് എന്തെങ്കിലും സഹായിക്കാമോ എന്ന് ചോദിക്കുകയും 26 ഈ മാസം 26 ഒരു കൊച്ചിയിൽ അവിടുത്തെ ഒരു കോൺസുലേറ്റിലൊരു ഉദ്യോഗസ്ഥനും കൂടി ഇവർ വന്നു, നമ്മളവർ സ്വീകരിച്ചു. അങ്ങനെ ഇപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഈ ആൽഫയോടൊപ്പം കഴിയാമെന്നുള്ളൊരു ഓഫർ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. She is happy now. Very happy. Very happy, but little missing also. Little missing because 3 sisters are in Mumbai, but there is no good no relation. Connection, nothing. Yeah. ഇംഗ്ലീഷ്, തമിഴ് തുടങ്ങി വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ജൂലിയറ്റിന് ആൽഫയിലെ വിശ്രമ ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും മകളെയും മറ്റു ബന്ധുക്കളെയും ഒരിക്കലെങ്കിലും കാണണമെന്ന ആഗ്രഹം മനസ്സിൽ ഒരു വിങ്ങലായുണ്ട്. ആശുപത്രിവാസത്തിനിടയിൽ അധികൃതർ മകളെ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി. പരസഹായത്തോടെ ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജൂലിയറ്റ് ബന്ധുക്കളാരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആണിപ്പോഴും.
പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദൈവാലയത്തിൽ വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ചു. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ റവറൻ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും എക്സലൻസ് ഗ്രേസ് അവാർഡ് കരസ്ഥമാക്കിയ പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ.എ. ജോർജിനെ ആദരിച്ചു. പഴുവിൽ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സിസ്റ്റർ ഡെൻസി ഡേവിസ്, കൈക്കാരൻ ആൻഡോ ചാലിശ്ശേരി, പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ.എ. ജോർജ്, വിശ്വാസ പരിശീലന പ്രിൻസിപ്പാൾ പോളി ജോൺസൺ, വിശ്വാസ പരിശീലന PTA പ്രസിഡന്റ് ഷേണോ തട്ടിൽ, ജനറൽ കൺവീനർ പൈലി ആന്റണി, സ്റ്റാഫ് സെക്രട്ടറി റിനു ബാബു, സ്കൂൾ ലീഡർ TS റോസ്വെൽ തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വാസ പരിശീലന പരീക്ഷകളിൽ 1ഉം 2ഉം സ്ഥാനം ലഭിച്ചവർ, എൻഡോമെന്റിന് അർഹരായവർ വിശ്വാസ പരിശീലന ക്ലാസുകളിലും തുടർന്ന് നടന്ന ദൈവദർശൻ ക്യാമ്പുകളിലും മുടങ്ങാതെ പങ്കെടുത്തവർ, രാജ്യത്ത് തിരുനാളിന് വിവിധ കലാപരിപാടികളിൽ വിജയികളായവർ എന്നിവർക്കുള്ള സമ്മാനദാനവും നടത്തി. പടിയം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെയും വിവരണ പത്രികയുടെ പ്രകാശനം ദേവസ്വം ഓഫീസർ KN ബാബുരാജ് മുഖ്യ രക്ഷാധികാരി രാംകുമാർ കാട്ടാനിന് നൽകി നിർവഹിച്ചു. രക്ഷാധികാരി ബാലകൃഷ്ണൻ പുറക്കോട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രവി കാവുങ്ങൽ, ശ്രീലേഖ ജയകുമാർ, യശോദ രവീന്ദ്രൻ, ജയദേവൻ പിഷാരടി, ക്ഷേത്രസമിതി സെക്രട്ടറി VK രാമചന്ദ്രൻ, കമ്മിറ്റി മെമ്പർ ജ്യോതി ലക്ഷ്മി വസന്തൻ എന്നിവർ പങ്കെടുത്തു. ജനുവരി 17 മുതൽ 24 വരെയാണ് സപ്താഹയജ്ഞം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് 22-ൽ UDF കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബീൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് ചെയർമാൻ PK മുഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി CA ജലീൽ മുഖ്യ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ, അഡ്വക്കേറ്റ് PH മഹേഷ് എന്നിവർ മുഖ്യാതിഥികളായി. 22-ാം വാർഡ് സ്ഥാനാർത്ഥി ഷാഹിർ പഴുപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സലീം പുറക്കുളം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീബ സതീശൻ, PK നിജുമുദ്ദീൻ, അനസ് അബൂബക്കർ, CJ ജോഷി, KK ശേഖരൻ, TK ഉബൈദ്, KD രാജു, PM മജീദ്, KB ഫൈസൽ, ഷിയാബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. വോട്ട് ചെയ്യണമോ എന്ന് നമ്മൾ തീരുമാനിക്കണം. വെള്ളത്തിന്റെ വില കൂട്ടിയ ഗവൺമെന്റ്, വൈദ്യുതിയുടെ വില കൂട്ടിയ ഗവൺമെന്റ്, കെട്ടിട നികുതി കൂട്ടിയ ഗവൺമെന്റ്, പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ ഫീസുകൾക്ക് ഭീമാകാരമായ നികുതി വർദ്ധിപ്പിച്ച ഗവൺമെന്റ്, 50% ഭൂനികുതി വർദ്ധിപ്പിച്ച ഗവൺമെന്റ്, പഞ്ചായത്തിലെ എല്ലാ ഭാരങ്ങളും സാധാരണക്കാരുള്ള ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഒരു വണ്ടി എടുത്ത് പെട്രോൾ അടിക്കാൻ പമ്പിലേക്ക് ചെന്ന് 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 2 രൂപ പിണറായി വിജയന്റെ ഗവൺമെന്റിലേക്ക് കെട്ടിവെക്കേണ്ട ഗതികേട് സെസ് ഉണ്ടാക്കിയ ഗവൺമെന്റ്. എന്തിനേറെ പറയുന്നു, സമരം ചെയ്താൽ സമരത്തിന് പോലും കരമീടാക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറുമ്പോൾ അന്തിക്കാട് KGM സ്കൂളിൽ വിജ്ഞാനോത്സവം, ഉപജില്ലാ സ്പോർട്സ് ഫുട്ബോൾ, ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് ഓവറോൾ ചാമ്പ്യൻ പട്ടം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ രാജേഷ് ചുള്ളിയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ അസൂയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സ്കൂളാണ് KGM സ്കൂൾ. കാരണം സമീപ പ്രദേശത്തുള്ള മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ചുകൊണ്ട് വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് മികവുറ്റ നിലവാരത്തിൽ മികച്ച രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുന്നതിന് നല്ലൊരു ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അസൂയ തോന്നുന്നതെന്ന് പറയാൻ കാരണം ഇവിടുത്തെ മുമ്പ് ഞാനൊന്നും ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വിഷമവും അസൂയവും ഒക്കെ തോന്നുന്നത്.
എന്നിരുന്നാലും ഏകദേശം 6 വർഷത്തോളം ഞാനിവിടെ അന്തിക്കാട് ജോലി ചെയ്യുന്ന ആ സാഹചര്യത്തിൽ KGM സ്കൂളുമായി ബന്ധപ്പെടാനും നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. PTA പ്രസിഡന്റ് ലിയോ പി ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് സൗമ്യ, റിട്ടയർഡ് അധ്യാപികമാരായ സ്മിത ടീച്ചർ, റീജ ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് അജീഷ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജേഷ്, ദേവി, പ്രഷിത, അധ്യാപകരായ സിബി ടീച്ചർ, ആന്റണി മാഷ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ലയൺസ് ക്ലബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി നാട്ടിയ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ SN ഷജറത്ത് അധ്യക്ഷനായി. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ തൃശൂർ 318D പ്രൊജക്ട് കോർഡിനേറ്ററും കോർപ്പറേറ്റ് ട്രെയിനറുമായ എഡിസൺ ഫ്രാൻസ് ക്ലാസ് എടുത്തു. സെക്രട്ടറി സൂരജ് വേളയിൽ, സോൺ ചെയർമാൻ AS ജോസഫ്, ട്രഷറർ കാർത്തികേയൻ കുന്നുങ്ങൽ, ജോസ് താടിക്കാരൻ, ഷെർലി ഷാജി, ജോഷി കോഴിപ്പറമ്പിൽ, EP തോമസ്, ANG ജെയ്ക്കോ എന്നിവർ സംസാരിച്ചു. തളിക്കുളം കുന്നത്തുപള്ളി നൂറു ഹുദ മസ്ജിദിൽ റിഫായി റാത്തിബിന് കൊടിയേറി. പ്രസിഡന്റ് PK അബ്ദുൽ ഖാദർ കൊടിയേറ്റ് ചടങ്ങ് നിർവഹിച്ചു. സെക്രട്ടറി ഇദ്രീസ്, ട്രഷറർ PK സുലൈമാൻ ഹാജി എന്നിവർ സംസാരിച്ചു. റാത്തിബ് ജനുവരി 18 ഞായറാഴ്ച നടക്കും. ലോക എയ്ഡ്സ് ദിനത്തിൽ ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. NSS, ജൂനിയർ റെഡ് റിബൺ ക്ലബ്, BFHC ആലപ്പാട് എന്നിവർ ചേർന്നാണ് ബോധവൽക്കരണം നടത്തിയത്. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആലപ്പാട് ജംഗ്ഷൻ വരെ റാലിയും ഫ്ലാഷ് മോബും നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് C, ഹെഡ് നഴ്സ് ജീജ, NSS കോർഡിനേറ്റർ ഷൈനി, അധ്യാപിക ഹേന ബാബു, PV വാസുദേവൻ, PK പ്രീന എന്നിവർ സംസാരിച്ചു. അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൽ ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി K കേളപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ ധർമ്മ സമരത്തിന്റെ 57ാമത് വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു.
ഗണേശമംഗലം ക്ഷേത്രത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന, ലളിത സഹസ്രനാമജപം എന്നിവ നടത്തി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശാഖാ പ്രസിഡന്റ് പ്രദീപ് പണ്ടാരൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ലോഹിതാക്ഷൻ, വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, CK രാജൻ, CR സത്യപാലൻ, PS പ്രദീപ്, NS ജയരാജൻ, സുധാകരൻ, മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തി വരുന്ന ആരാധന സ്വാതന്ത്ര്യ ദിനം ഇന്ന് ഗണേശമംഗലം ശാഖയിൽ നടന്നു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമജപം നടന്നു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും പുതിയ മെമ്പർമാരുടെ സ്ഥാനാരോഹണവും നടത്തി. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ വിജയികളായ ഗൗരി, നിഹാർ, ശ്രീനന്ദ, ബിജിത്ത്, MC മദനകുമാർ, PB സുനിൽകുമാർ, പീതാംബരൻ രാരമ്പത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KS സിൻകുമാർ, സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ, ട്രഷറർ CM സുധീഷ് കുമാർ, കാർത്തിക ബിജിത്ത്, ക്യാബിനറ്റ് സെക്രട്ടറി രാധിക ജയകൃഷ്ണൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, ഡിസ്ട്രിക്ട് സുപ്രീം കോർഡിനേറ്റർമാരായ വിമൽ വേണു, പീതാംബരൻ രാരമ്പത്ത്, റീജിയൻ ചെയർപേഴ്സൺ MM ദിനേശൻ, സോൺ ചെയർപേഴ്സൺ PB സുനിൽകുമാർ, CS ദേവരാജ്, രഞ്ജിത്ത് വാസുദേവൻ, ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീരുദ്ര ബിജിത്ത്, ആഗ്നേയ സുജിത്ത്, അനില സുജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞൊരു ടീം, ആ ടീം വളരെ വിജയപ്രദമായി അതിന്റെ ഏറ്റവും തലപ്പത്തിൽ നിന്നുകൊണ്ട് മദനേട്ടന്റെ കൈകളിൽ കൂടെ തന്നെ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് മൾട്ടിപ്പിളിലല്ല, ഇന്ത്യയിലല്ല, ഇസ്ലാമിലല്ല, ലോകത്ത് നമ്മൾ 3-ാം സ്ഥാനത്താണ്. ലോകത്തിന്റെ നിലയിൽ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കുറച്ച് കുറവുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ചില ക്ലബ്ബുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. റിപ്പോർട്ട് ചെയ്ത ക്ലബ്ബുകളിനെ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം തിരുത്തിക്കൊണ്ട് അതിനായിട്ട് 24 മണിക്കൂറും ഇപ്പൊ അതിന്റെ പിന്നിലാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ 318D എന്നുള്ളത് ലോകത്തിൽ 1-ാം സ്ഥാനത്ത് എത്താക്കാൻ മദനേട്ടന്റെ കീഴിലുള്ള ആളുകളും മദനേട്ടനുമൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് 1-ാം സ്ഥാനത്ത് എത്തും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. നിങ്ങളെല്ലാവരും മദനേട്ടന് ആ രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി, അതിന് ഉദാഹരണമാണ് സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ സ്പീച്ചിലും ഒക്കെ പറഞ്ഞു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം.
ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും സംയുക്തമായി ലോക എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ R. രാഗി ഉദ്ഘാടനം ചെയ്തു. NSS യൂണിറ്റ് കോർഡിനേറ്റർ KN ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CS അനീഷ്, AS റബിത, KS ആനന്ദ്, JPAH AN-മാരായ ജിൻസി, V. ബിന്ദു, ML SP-മാരായ ശ്രീദേവി S. മേനോൻ, ഫാഷിയ, ദീപ, അധ്യാപകരായ KS സെബി, റഷീദ് എന്നിവർ നേതൃത്വം നൽകി. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് അംഗങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റ്, NSS യൂണിറ്റ് അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസും നടന്നു. വാടാനപ്പള്ളി 1-ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDF 1-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പൊക്കാഞ്ചേരി ഡിവിഷൻ സ്ഥാനാർത്ഥി ശാന്തി ബാസി, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് സ്ഥാനാർത്ഥി PK സുധർമ്മൻ, വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവീനർ സുരേഷ് മഠത്തിൽ, വാർഡ് കൺവീനർ VG വിനോദൻ, ബ്രാഞ്ച് സെക്രട്ടറി VK മധു, സരിത ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊക്കാഞ്ചേരിയിലും വാടാനപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ പര്യടനം നടത്തി വരികയാണ്. വോട്ട് അഭ്യർത്ഥിച്ച് വരികയാണ്. നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളും അവരോട് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വരികയാണ്. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പെരുങ്ങോട്ടുകര 4-കൂടി സെന്ററിനടുത്ത് ജാനകി കോംപ്ലക്സിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മുൻപുള്ള പഞ്ചായത്ത് ഇലക്ഷനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ ആവേശമാണ് എല്ലാ തലത്തിലും താഴെ തലങ്ങളിലുള്ളത്. മുൻപൊക്കെ നമുക്ക് പലയിടത്തും പല ഭയങ്കരമായ നെഗറ്റീവ് ഉണ്ടാകാറുണ്ട്. നെഗറ്റീവ് ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ വലിയ ജനവികാരം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ആരോട് ചോദിച്ചാൽ സ്ഥാനാർത്ഥികളും കൂടെ നടന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരോട് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു മാറ്റം വേണം. നമ്മൾ UDF അനുഭാവികളല്ല പറയുന്നത്, LDFിൻ്റെ അനുഭാവികളായ സ്ഥിരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യുന്ന അരിമാളി വോട്ട് ചെയ്യുന്നവരടക്കം പറയുന്നത് ഒരു മാറ്റം വേണം. ആ മാറ്റത്തിന് സമയം വേണം. ഇന്നിപ്പോൾ തന്നെ ഈ മസാല ബോർഡുമായി ബന്ധപ്പെട്ട് ED മുഖ്യമന്ത്രിക്ക് നേരിട്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കേരളം കണ്ട് ഇതുപോലത്തെ ഒരു അഴിമതി നടത്തിയ ഗവൺമെൻറ്, സ്വജനപക്ഷപാതം നടത്തിയ ഗവൺമെൻറ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടി, 200% അരിക്ക് വില കൂടി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ MK ചന്ദ്രൻ, NS അയൂബ്, KB രാജീവ്, ജോഷി ആലപ്പാട്ട്, BK പ്രദീപ്, ആൻഡോ തൊറയൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈജു സായിറാം, സമദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്ത് 22-ാം വാർഡ് സ്ഥാനാർത്ഥി ഹണി സജീഷിന്റെ ചുമരെഴുത്ത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. പോസ്റ്ററുകളും നശിപ്പിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കോതകുളം ബീച്ച് ഡിവിഷൻ സ്ഥാനാർത്ഥിയും നാട്ടിയ മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ ഷൈൻ നെടിയിരിപ്പിൽ ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറിയും 2-ാം വാർഡ് സ്ഥാനാർത്ഥിയുമായ രശ്മി ഷിജോ, 22-ാം വാർഡ് സ്ഥാനാർത്ഥി ഹണി സജീഷ്, ബൈജു, മോഹനൻ ഭഗവതി പറമ്പിൽ, സന്തിൽ തെക്കിനിയടത്ത്, സുമിത്രൻ നെടിയിരിപ്പിൽ, നടേശൻ, ജിജു അരയമ്പറമ്പിൽ, ഉണ്ണികൃഷ്ണൻ പുല്ലാട്ട്, ഗിരീഷ് ചെബിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ മറച്ചു വയ്ക്കാൻ, അതിൽ നിന്നും വഴിതിരിച്ചു വിട്ട് അക്രമത്തിൻ്റെ പാതയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ശക്തമായിട്ട് അപലപിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. ഇതേ രീതിയിൽ ഞങ്ങൾ മറുപടി പറയാൻ തീരുമാനിച്ചാൽ വലപ്പാട് പഞ്ചായത്തിലെ പല വാർഡുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണ സാമഗ്രികൾ ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാകണം. ഞങ്ങൾ ആ പാതയിലേക്ക് പോകില്ല. ഞങ്ങൾ സമാധാനപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഉപഭോക്തൃ വിധി പ്രകാരം 5,95,000 രൂപയും പലിശയും നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കുറിസ്ഥാപനത്തിന്റെ MDക്കെതിരെ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. ചാവക്കാട് കറുപ്പം വീട്ടിൽ ഷംസുദ്ദീൻ KV ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ഏങ്ങണ്ടിയൂരിലുള്ള പ്രവാസി സിൻഡിക്കേറ്റ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ ഉത്തരവായത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി.
മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ശ്രീനാരായണപുരം തേവർ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രകാശനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ അടുത്ത 5 വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട പദ്ധതികൾ വിശദമായി പ്രതിപാദിക്കുന്ന പ്രകടന പത്രിക നല്ല ദീർഘവീക്ഷണത്തോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. LDF മണ്ഡലം കൺവീനർ TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ KV രാജേഷ്, TK രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. വാനോളം ഉയർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രമിച്ചവരുടെ പ്രശ്നത്താണോ ഈ ചോദ്യമാണ് ലോകത്തൊക്കെയിരിക്കുന്നത്. ഇതാണ് ജനങ്ങളോട് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ അവഗണിച്ചവർക്കാണോ, അവഗണിക്കുമ്പോൾ നിശബ്ദമായി നോക്കി നിന്നവർക്കാണോ, അവഗണിക്കുവാൻ ശ്രമിച്ചിട്ടും ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളത്തെ ഉയർത്തിയ ഇടതുപക്ഷത്തിനാണോ വോട്ട്? മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനവുമായി ബന്ധപ്പെട്ട ബിസിനസ് മീറ്റിംഗിൽ വലപ്പാട് പഞ്ചായത്തിലെ ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദുബായിലെ യുവ സംരംഭകനും വലപ്പാട് സ്വദേശിയുമായ ബിജു പുളിക്കൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും വലപ്പാട് പഞ്ചായത്തിലെ കഴിമ്പ്രം ബീച്ച് ടൂറിസവുമായി നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ഉടൻ വ്യക്തത വരുത്തും എന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരള ഫിഷറീസ് ആൻഡ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തൃപ്രയാർ ചെമ്മണ്ണൂർ ജ്വല്ലറി 1ാം വാർഷികം അതിവിപുലമായി ആഘോഷിച്ചു. സിനിമാ താരം ബീന ആന്റണി ഉദ്ഘാടനം ചെയ്തു. 1ാം വർഷം തൃപ്രയാർ ഷോറൂമിന്റെ 1ാം വർഷം ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ 1ാം വർഷത്തെ വിജയത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ദിവസം നിങ്ങളോടൊപ്പം ചേരാൻ എനിക്ക് അവസരമുണ്ടായി. നമുക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല, ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഷോറൂമിലും എല്ലാം മിക്കവാറും വൺ ഇയർ എല്ലാ ഫംഗ്ഷനും ഒക്കെ കൃത്യമായിട്ട് നടത്തുകയും അതിന്റെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നു. ദൈവം ഇനിയും ഇതിനേക്കാളും വലിയ സന്തോഷങ്ങളിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ വലിയ ഇതിലേക്ക് എത്താൻ ഇനിയും അദ്ദേഹത്തിന് കഴിയട്ടെ, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. നിർവാണ റീജൻസി ഉടമ ദാസൻ, മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ വൈശാഖൻ, ഷോറൂം മാനേജർ വിഷ്ണു, മാർക്കറ്റിംഗ് മാനേജർ കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷം ഇവിടെ പൂർത്തീകരിക്കുന്നത്. ഇതിൽ നമ്മൾ ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂ ഇയർ ഓഫറും കൂടി ചെയ്തുകൊണ്ടാണ് കമ്പനി ഈ ഒരു വാർഷികം ആഘോഷിക്കുന്നത്. നമ്മൾ നിലവിൽ ഓൾറെഡി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഈ സമയം കൊണ്ട് ചെയ്തു കഴിഞ്ഞു. ഒരു വർഷ കാലാവധിയിൽ ഇപ്പോഴും നമ്മളുടെ ബിസിനസിന്റെ ലാഭം ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് തുടർച്ചയായിട്ട് ഈ ഒരു തൃപ്രയാർ മേഖലയിലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നു. അതിനൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനോട് തന്നെയാണ്. ആദ്യ ഡയമണ്ട് വിൽപ്പന ഷെറീഫിനും കുടുംബത്തിനും, ആദ്യ ഗോൾഡ് വിൽപ്പന ചിന്തയ്ക്കും കുടുംബത്തിനും നൽകി. 1ാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂർ തൃപ്രയാർ ബ്രാഞ്ചിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഗോൾഡ് പണിക്കൂലിയിൽ 2.9% മുതൽ ആരംഭിക്കുന്നു. ഡയമണ്ട് ഓർണമെൻറ്റ്സിന് 50% വരെ പണിക്കൂലിയിൽ കിഴിവ് വരുന്നുണ്ട്. ഈ ഓഫറോടനുബന്ധിച്ച് നിരവധി ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഡയമണ്ട് ഓർണമെൻറ്റ്സ് 4500 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് വരുന്നത്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 2.98% മുതലും ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളുമുണ്ട്. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനം മാരുതി ഗ്രാൻഡ് വിതാര കാറും കൂടാതെ 5 പേർക്ക് ബജാജ് ഇലക്ട്രിക് സ്കൂട്ടറും നൽകും. ഈ ഓഫർ ഡിസംബർ 1 മുതൽ 31 വരെ മാത്രം. നിരവധി ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നറുക്കെടുപ്പിലൂടെ എടുക്കുന്ന ബമ്പർ പ്രൈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുമ്പോൾ ഗ്രാൻഡ് വിത്താരയാണ്. അപ്പോൾ മറക്കണ്ട. അത് മാത്രമല്ല 5 പേർക്ക് ചേതക്കിൻ്റെ EV സ്കൂട്ടറുകളും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 2.9% മുതലാണ്. അഡ്വാൻസ് ബുക്കിങ്ങിന് 0% പണിക്കൂലി. തൃപ്രയാർ വൈമാളിൽ ലുലു ബ്യൂട്ടി ഫെസ്റ്റ് 2025 എഡിഷന്റെ ഉദ്ഘാടനം നടന്നു.
ലുലു എക്സ്പ്രസ് വൈമാളിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രശസ്ത നടിയും മോഡലുമായ ഗായത്രി സുരേഷ് നിർവഹിച്ചു. വലിയ ഒരു കാര്യമാണ്. പിന്നെ ബ്യൂട്ടി ഫെസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ബ്യൂട്ടി ഭയങ്കര പ്രാധാന്യമാണ്. അതായത് എന്നെ കാണാൻ നല്ല പ്രസൻറ്റബിൾ ആവണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് വളരെ വലിയൊരു കാര്യമാണ്. അതായത് എല്ലാ നല്ല ബ്രാൻഡിനും 50% ഇളവ് നൽകിക്കൊണ്ട് ഉള്ള ഈ ഒരു എന്താ പറയുക ബ്യൂട്ടി ഫെസ്റ്റ്, അത് 6-ാം തീയതി 7-ാം തീയതി വരെ ഉണ്ട് എന്നാണ് പറയണേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതായത് ഒരുപാട് ബ്രാൻഡ് ഉണ്ട്, അവിടെ വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, അതിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോപ്പിൻ ചെയ്ത് വാങ്ങിക്കാൻ നോക്കുക. ഡിസംബർ 7 വരെ എല്ലാ ബ്രാൻഡഡ് ബ്യൂട്ടി പ്രോഡക്റ്റിനും 50% വരെ ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ലുലു ഒരുക്കിയിരിക്കുന്നത്. ലുലു എക്സ്പ്രസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ടിവിൻ, വൈമാൾ മാനേജർ മെവിൻ സേവ്യർ എന്നിവർ പങ്കെടുത്തു. SNS സമാജം വൈസ് പ്രസിഡന്റ് കഴിമ്പ്രം വാലിപ്പറമ്പിൽ ജിതന്റെ ഭാര്യ ശൈലകുമാരി ടീച്ചർ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. UAE-യിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദൈവാലയത്തിൽ വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ചു. വലപ്പാട് BJP സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്ത് നശിപ്പിച്ചതായി പരാതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.